ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പോത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അമേരിക്കൻ ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പൊക്കെ അമേരിക്കൻ ക്രേപ്പിന്റെ ഫാബ്രിക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 42 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് 49-ലാണ്. ഞാൻ ഒരാളുടെ കമന്റ് കണ്ടു, ഈ ഫാബ്രിക് ചൂടെടുക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ചൂടെടുക്കുക എന്നാണ് ഞാൻ റിപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരാൾ കമന്റ് ചെയ്യണ കണ്ടു, നമ്മൾ ഇതിനകത്ത് തന്നെ കോട്ടന്റെ ലൈനിങ് ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം, അത്ര ചൂടെടുക്കില്ല എന്നൊക്കെയുള്ള കമന്റ് കണ്ടു. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് പറഞ്ഞേക്കാന്ന് ഓർത്തു. മാത്രമല്ല, ഇതിനകത്ത് തന്നെ നമ്മൾ നെക്കിന്റെ പാർട്ടിലോ സ്ലീവിന്റെ എൻഡിലൊക്കെ കുറച്ച് വർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാമെന്നൊക്കെ അവരുടെ കമന്റ് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 49 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ കളറിലാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കിന്റെ തന്നെ വേറൊരു കളറാണ്. ഡിസൈൻ എല്ലാം തന്നെ സെയിം ആണ് കേട്ടോ. ഇതിന്റെ നമ്മൾ കുറെ ഫാബ്രിക് അമേരിക്കൻ ക്രേപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം 42 ഇഞ്ച് വിഡ്ത്തിലായിരുന്നു. 42 റുപ്പീസിന്റെ 49 റുപ്പീസിന്റെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ആദ്യം ഒരു കമന്റ് വായിച്ചതുപോലെ തന്നെ ഇനി കോട്ടൺ ലൈനിങ് ഇട്ടാൽ ചൂടെടുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ലൈനിങ് ഇടാണ്ടാണ് ചെയ്യുന്നത് എല്ലാം തന്നെ. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻ പോകുന്നത്. ഇതിനകത്ത് തന്നെ ഒരു ഓഫ് വൈറ്റ് കളറും ഗ്രീൻ കളറിലുമുള്ള ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് പോകുന്നത് കേട്ടോ. ഇതിനു മുമ്പ് കൊണ്ടുവന്നതൊക്കെ വളരെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇത് കുറച്ച് ഗ്യാപ്പിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പെർപ്പിൾ ഷെയ്ഡിലാണ്. ഇതും നല്ല ഭംഗിയുള്ള ഡാർക്കർ ടോൺ ആണ്. എല്ലാം തന്നെ ഡാർക്കർ ടോണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഓഫ് വൈറ്റ് കളറും ലൈറ്റ് പിങ്ക് കളറിലുമുള്ള പ്രിന്റുകളാണ് പോകുന്നത്. നമ്മൾ ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ എല്ലാം പോകുന്നത്. 42 ഇഞ്ച് വിഡ്ത്തിൽ 49 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് വൺ കാണുന്നത് ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്ക് കളറിൽ തന്നെ സെയിം പ്രിന്റ് ആണ്. ബ്ലാക്കിനകത്ത് ഓഫ് വൈറ്റും പീച്ചും കളറിലുള്ള പ്രിന്റുകളാണ് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ എല്ലാം തന്നെ പോകുന്നത്. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഫാബ്രിക്, സെയിം ഡ്രസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ്. ഒരു ബ്ലഡ് റെഡ് കളറിലാണ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത്, ബേസ് കളർ വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സ് പോകുന്നത് ബ്ലാക്കും ഓഫ് വൈറ്റും ലൈറ്റ് പീച്ച് കളറിലുമുള്ള ഫ്ലവേഴ്സ് ആണ് പോകുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് അമേരിക്കൻ ക്രേപ്പിന്റെ തന്നെ റണ്ണിങ് ഫാബ്രിക് ആണ്. 42 ഇഞ്ച് വിഡ്ത്തിലാണ്. 49 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യണേ. ഇതെല്ലാം ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.